എന്തുകൊണ്ട് സിവിൽ സർവീസ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നലെ ഇവിടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. നമ്മൾ എടുത്ത സബ്ജക്ട് സെമിനാറിൽ എടുത്തത് സിവിൽ സർവീസും ഭരണഘടനയും എന്നാണ്. എന്തുകൊണ്ട് സിവിൽ സർവീസും ഭരണഘടനയും എന്നൊരു സബ്ജക്ട് എടുത്തു എന്ന് പറഞ്ഞാൽ, സിവിൽ സർവീസ് ഇല്ലാതെ ഇരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഇതുപോലെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുവാൻ വേണ്ടിയാണ്. സിവിൽ സർവീസ് ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പ്രിയങ്കരായ പ്രകാശ് ബാബു സഖാവ് ഉൾപ്പെടെ, സഖാവ് ബിനോയ് വിശ്വ ഉൾപ്പെടെ പ്രിയങ്കരായ സഖാക്കളെല്ലാം, പ്രവർത്തകർ, നമ്മുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം എത്രയാണ്? ഉത്തർപ്രദേശിൽ എത്ര? ഇതിനേക്കാൾ എത്രയോ കോടി ജനങ്ങൾ അധികമുള്ള ഉത്തർപ്രദേശിലെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം എത്രയാണ്? മധ്യപ്രദേശിൽ എത്ര? ബീഹാറിൽ എത്ര? ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഒന്നും സ്ഥിരജീവനമല്ല. നേരത്തെ പറഞ്ഞ റിട്ടയർ ചെയ്തവരെ വീണ്ടും കൂലിക്കിരുത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തോ സർപഞ്ചോ പറയുന്നവരെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമിക്കും. ആശുപത്രികൾ കെട്ടിടം കെട്ടിയിടും, അതിനകത്ത് ലാഭവും കൊള്ളയും ഉണ്ടാക്കും. അവിടെ ജീവനക്കാരെ നിയമിക്കില്ല. ഒരു തരത്തിലും പൊതുസേവനങ്ങൾ പൊതു ഉടമസ്ഥതയിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടപ്പിലാക്കണ്ട എന്ന് തീരുമാനിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളപ്പോഴാണ് കേരളം വ്യത്യസ്തമായ ഒരു സമീപനവുമായി കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം മുന്നോട്ട് പോയത്. ഇന്ത്യയിൽ നിന്ന് കാണുന്ന, ലോകത്ത് കാണുന്ന ഏറ്റവും മാതൃകാപരമായ സംസ്ഥാനമായി കേരളം മാറിയെങ്കിൽ അതിന് പിന്നിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 1970 മുതൽ 77 വരെ സഖാവ് അച്യുതമേനോന്റെ നേതൃത്വം നടത്തിയ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, പ്രാദേശികമായ ഓഫീസുകൾ, കൃഷി ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ, സ്കൂളുകൾ, ഏകാധ്യാപക വിദ്യാലയങ്ങളെ മാറ്റിക്കൊണ്ട് പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റിയത് ഉൾപ്പെടെയുള്ള വളരെ വിപ്ലവകരമായ ഒരു മാറ്റം രാജ്യത്ത്. ഒരു സിവിൽ സർവീസ് അനിവാര്യമാണ്, അത് ശക്തമായ സിവിൽ സർവീസ് ആകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സഖാവ് അച്യുതമേനോൻ രൂപം കൊടുത്ത ഒരു സിവിൽ സർവീസിന് വേണ്ടിയാണ് സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, അത് സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഒരിക്കൽ കൂടി പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ മധ്യപ്രദേശിന്റെ കാര്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഗവൺമെന്റ് കണക്കുകൾ പുറത്തു വന്നു. എങ്ങനെയാണ് അവിടെ ശിശുമരണ നിരക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാളും കൂടിയത്? എങ്ങനെയാണ് പുതുതായി ജനിച്ചു വീണ കുട്ടികളുടെ ഉയരം കുറഞ്ഞു പോയത്? എങ്ങനെയാണ് ബാലവിവാഹങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്? നിയന്ത്രിക്കാൻ, ഇത്തരം കാര്യങ്ങളെ ശാസ്ത്രീയമായി പരിശോധിക്കാൻ, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ, സുതാര്യമായി ഇടപെടാൻ, പോഷകാഹാരം കൊടുക്കാൻ ഒരു സംവിധാനം ഇല്ലാതായാൽ ഇതെല്ലാം എല്ലാ സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും സംഭവിക്കും. ഇതല്ലേ ബീഹാറിൽ നേരത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ ഉത്തർപ്രദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല? കേരളത്തിൽ സംഭവിക്കാത്തതിന് കാരണം ഇവിടെ ഏറ്റവും ശക്തമായ ഒരു പൊതുജനാരോഗ്യമുണ്ട്, ഏറ്റവും ശക്തമായ ഒരു പൊതുവിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരു ജനതയാണ് നാടിന്റെ അഭിമാനവും നാടിന്റെ വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യമെന്ന് തിരിച്ചറിഞ്ഞ ഭരണകർത്താക്കൾ, ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ ഭരിച്ചിരുന്നു. അവർ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹം ഇന്ന് നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കേരളം നമ്പർ 1, കേരളം 1 എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം അവിടെ തുടങ്ങി വെച്ച പാഠങ്ങളാണ്. ആ പാഠങ്ങളെ ഒരു നിമിഷം കൊണ്ട് തച്ചു തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സിവിൽ സർവീസ് സംരക്ഷണം ജനാധിപത്യ സംരക്ഷണമാണ്. ഇവിടെ അധസ്ഥിത വർഗക്കാർക്ക്, ദളിതർക്ക്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലിക്ക് സംവരണം ഉണ്ടല്ലോ. കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും സംവരണം നടപ്പിലാവുന്നുണ്ടോ? ഒരു സ്ഥലത്തും കേരളത്തിലില്ലാതെ സംവരണ വ്യവസ്ഥ അനുസരിച്ചുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല. മറ്റൊന്നുമല്ല, നിയമനങ്ങളില്ല, താൽക്കാലികമാണ്, കരാറാണ്. ആ കരാറും താൽക്കാലികമാകുമ്പോൾ എങ്ങനെയാണ് നിയമനം നടക്കുന്നത് നമുക്കറിയാലോ, നമുക്ക് അനുഭവമുണ്ട്. ഞാൻ അനുഭവങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത്? ചില പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ പറയുന്നവരെ നിയമിക്കും, അവിടെ സംവരണം ഉണ്ടാകില്ല. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. ഇന്നലെ വരെ ആ വ്യത്യസ്തതയ്ക്ക് ഒരു പോർവ് ഏൽപ്പിക്കാതിരിക്കാൻ പ്രിയങ്കനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു തസ്തികയും നഷ്ടപ്പെടുത്താതെ എല്ലാ തസ്തികകളിലും നിയമനം നടന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. ഞങ്ങൾക്കുള്ള പരാതി നേരത്തെ പറഞ്ഞു, 1970 മുതൽ 77 വരെ സഖാവ് അച്യുതമേനോൻ ആരംഭിച്ച ആ ഒരു പ്രക്രിയ, സാമൂഹ്യ വികസന പദ്ധതികളിൽ ആ മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം, ഒരു ചട്ടക്കൂട് ഒരുക്കിയെടുക്കുക എന്നുള്ള
ആ വിപ്ലവകരമായ തീരുമാനം ഇവിടെ ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നു. പുതുതായി വരുന്ന സ്ഥാപനങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറിയായ ഭരണ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. കൃത്യമായി നടക്കേണ്ട ടെൻഡറുകളെല്ലാം അക്രഡിറ്റഡ് ഏജൻസികൾ ടെൻഡറിംഗിലേക്ക് ഭാഗമായി മാറുന്നു. നമ്മൾ കാണുന്ന IT അധിഷ്ഠിത സേവനങ്ങളിലെല്ലാം താൽക്കാലിക കരാർ ജീവനക്കാരെ നിയമിക്കുന്നു. അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ കുറച്ചു നാളുകളായി പറയുന്നു, ഇത്തരം സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റോൾ എന്ന് പറയാൻ എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മൾ സർക്കാർ ജീവനക്കാർക്ക് മനസ്സിലാവും, കുറച്ചു പേർക്ക് മനസ്സിലാവും. സ്പെഷ്യൽ റോൾ ഉണ്ടായിരുന്നാൽ മാത്രമേ നിയമനങ്ങളുടെ സ്പെഷ്യൽ റോൾ നിർമ്മിച്ച് നിയമനങ്ങൾ നടത്തണം എന്ന് ഞങ്ങൾ ശക്തമായ ആവശ്യം നമ്മൾ ഈ സമരങ്ങളുടെ മുൻഗാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അത് ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ജനത വളരുമ്പോൾ, ജനങ്ങളുടെ ആവശ്യം വളരുമ്പോൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ പുതുതായി വരുമ്പോൾ നമുക്ക് പുതിയ സംവിധാനങ്ങളിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ സിവിൽ സർവീസ് സംരക്ഷിക്കേണ്ടത്, സിവിൽ സർവീസിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, സർക്കാർ ജീവനക്കാരുടെയോ അധ്യാപകരുടെയോ മാത്രം ആവശ്യമല്ല. ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേവലം OK ജയകൃഷ്ണ മാഷിന്റെയോ മറ്റാരുടെയെങ്കിലും മാത്രം ആവശ്യമല്ല. പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും മറ്റ് കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയോ നിങ്ങളുടെയോ ആവശ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കണക്ക്. 2,80,000 പേർ അധ്യാപകരാണ്. അധ്യാപകരും അനധ്യാപകരും കൂടി വിദ്യാഭ്യാസ മേഖലയിൽ 2,80,000 പേർ ജോലി ചെയ്യുന്നു. 60,000 പേർ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യമായ രംഗത്ത് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. ഏകദേശം 40,000 പേർ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നു. നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ എത്ര ലക്ഷം അതിനകത്ത് പോയി എന്ന്. ബാക്കി എത്രയുണ്ട് പിരിച്ചുവിടാൻ? ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകളുണ്ട്. മുമ്പ് ഉമ്മൻചാണ്ടിയും AK ആന്റണിയും പഠിച്ചിരുന്ന സമയങ്ങളിൽ അത്തരം റിപ്പോർട്ടുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 2002 പണിമുടക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അന്നുണ്ടായിരുന്ന തസ്തികകൾ 80,000 തസ്തികകൾ വെട്ടിക്കുറയ്ക്കണം എന്ന് ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കൂടി തീരുമാനിച്ചതാണ്. നമ്മൾ നടത്തിയ 32 ദിവസത്തെ ഐതിഹാസികമായ പണിമുടക്കം. ഒരു തസ്തിക നഷ്ടപ്പെടുത്താതെ നമുക്കതെല്ലാം തിരിച്ചു പിടിക്കാനും അതുപോലെ നിലനിർത്താനും ഇത്രയും വർഷം സാധിച്ചു. വീണ്ടും ഭരണപരിഷ്കാര കമ്മീഷനുകളും വന്നു. ഒരു തീരുമാനവും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു പുനർവിന്യാസത്തിനും എതിരല്ല. വകുപ്പുകളുടെ എണ്ണം നോക്കി അതിനെ തിട്ടപ്പെടുത്തി ക്വാളിറ്റി അനുസരിച്ച് മാറ്റുന്നതിന് ഞങ്ങൾ ഒരു എതിർപ്പുമല്ല, ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല. ഇന്നലെ സഖാവ് ബിനോയ് വിശ്വം സഖാവ് ഒരു വളരെ കൃത്യമായ ഒരു പ്രസ്താവന നടത്തി. എങ്ങനെയാണ് നമ്മുടെ സിവിൽ സർവീസ് വളരുന്നത് എന്നുള്ളത് സംബന്ധിച്ച്. തല വളർന്ന് ബോഡി ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ മുമ്പ് പറയുന്നത് പമ്പരത്തിന്റെ അവസ്ഥയെന്നാണ്. കറക്കി വിട്ടാൽ കറങ്ങി നിൽക്കുമ്പോൾ തറയിൽ വീഴും. യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് ലഭിക്കൊണ്ടിരിക്കുന്ന അതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു ഭരണപരിഷ്കാരത്തിനെയും ഞങ്ങൾ എതിർക്കില്ല, ഒരു പുനർവിന്യാസത്തിനെയും ഞങ്ങൾ എതിർക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകീകരണം വന്നപ്പോൾ അതിനാദ്യമായി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് ജോയിന്റ് കൌൺസിലിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും പ്രവർത്തകർ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു മാറ്റത്തിന്റെ സൂചന ആയതുകൊണ്ടാണ്, ഒരു പുതിയ പുരോഗതിയുടെ മാറ്റമായതുകൊണ്ടാണ്. ഞങ്ങൾ അതുകൊണ്ട് ഒരു ഭരണപരിഷ്കാരത്തിനും എതിരല്ല. പക്ഷെ തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിന് ഞങ്ങൾ എതിർക്കും. ജീവനക്കാരുടെ തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിന് എതിർക്കും എന്ന് പറയാൻ മറ്റൊന്നും കൊണ്ടല്ല. എനിക്കും നിങ്ങൾക്കും ജോലിയുണ്ട്. നമ്മളുടെ ആരെയും ജോലി സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഭാവിയിൽ വരേണ്ട ഒരു തലമുറയുണ്ട്. വിദ്യാഭ്യാസം നേടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂറില്ലാത്തവരുള്ളതുകൊണ്ട് പറയാം, തിരുവിതാംകൂറിൽ പത്മനാഭന്റെ പണം വാങ്ങുക, പൈസ വാങ്ങുക എന്നൊരു ചൊല്ലുണ്ട്. അതൊരു വലിയൊരു ആകർഷകമായ ഒരു സംവിധാനമാണ്. ഇപ്പൊ ആകർഷകതയൊന്നുമില്ല, എന്നാലും മുമ്പൊരു ആകർഷക സംവിധാനമാണ്. താഴെത്തട്ടിൽ നമ്മളോ നിങ്ങളോ ആരെങ്കിലും ഏതെങ്കിലും മുതലാളിമാരുടെ മക്കളല്ലല്ലോ. ഞങ്ങളും നിങ്ങളുമെല്ലാം കൂലിപ്പണിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ചുവട്ടു തൊഴിലാളികളുടെയും മക്കളാണ് ഇരിക്കുന്നവർ. ഞങ്ങളാരും മോളിൽ നിന്ന് വന്ന സമ്പന്നന്റെ മക്കളായി സർക്കാർ ജീവനക്കാരായി വന്നവരല്ല. സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് സാധാരണക്കാരനെ പോലെ പഠിച്ച് ആ ഉറക്കമഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ് നമുക്ക് സർക്കാർ ജോലി കിട്ടിയത്. അതുകൊണ്ട് ഒരു അഹംഭാവോ അങ്ങനെ അഹം പറയുന്നതുമല്ല, നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. ഈ സമൂഹത്തിനകത്ത് 5 ലക്ഷം ജീവനക്കാർ എന്ന ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു അംഗീകാരത്തെ അത് അതേ അർത്ഥത്തിൽ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മൾ നടത്തുന്നത്. നമുക്ക് ഈ പൊതുസമൂഹത്തിനോട് പറയാൻ ഉള്ള ഒരേ ഒരു കാഴ്ച ഇതാണ്: ഒരു സർക്കാർ ജീവനക്കാരന്റെ ഒരു തസ്തിക നഷ്ടപ്പെട്ടാൽ എത്രയോ കുടുംബങ്ങളുടെ തലമുറയിലേക്ക് ആ ഔദ്യോഗിക പദവി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബങ്ങളുടെ തലമുറ മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്.
അടിത്തട്ടിൽ നിന്ന് ഇടത്തരക്കാരിലേക്ക് കേരളത്തിന്റെ സമൂഹത്തിനെ കൈപിടിച്ചുയർത്തുന്നതിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വലിയ പങ്കുണ്ട്. പലയിടങ്ങളിലും നമുക്കറിയാം, ഒരു സർക്കാർ ജോലി കിട്ടുമ്പോൾ ആ കുടുംബത്തിലെ 2-3 തലമുറ പതുക്കെ രക്ഷപ്പെട്ട് അടുത്ത മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതൊരു വലിയ സാമൂഹ്യ പ്രക്രിയയാണ്. ആ പ്രക്രിയ അതുപോലെ തുടരുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളിലും ഉള്ളത്. നമുക്കറിയാലോ, ഇടതുപക്ഷ മുന്നണി എപ്പോഴും അങ്ങനെയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം അങ്ങനെയാണ്. 2018 ഓഹി വന്ന് പ്രളയം വന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. 21 വരെ എന്തെല്ലാം അസമാനതകളില്ലാത്ത ദുരന്തങ്ങൾ. ഓഹി ഞാൻ പറയുന്നില്ല, ഓഹി, പ്രളയം, കോവിഡ് ഇല്ലാത്ത ദുരന്തങ്ങളൊന്നുമില്ല. ബഹുമാന്യായ മുഖ്യമന്ത്രി അതെല്ലാം നെഞ്ചുറപ്പോടുകൂടി നേരിട്ടു. ഓരോ ദിവസവും വൈകുന്നേരവും അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം കാണാൻ നമ്മൾ കാത്തിരുന്നു. നമുക്കൊരു ജനകീയനായ നേതാവ്, ജനകീയനായ ഒരു രക്ഷകർത്താവ് അദ്ദേഹം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഉറപ്പാണ് നമ്മുടെ ഭരണത്തെ മുന്നോട്ട് നയിച്ചത്. അന്ന് നമുക്ക് മറ്റൊന്നും കൂടി പറയാനുണ്ട്, ഒരു നേട്ടം പറയാനുണ്ട്. ഇപ്പോ നമ്മളെ ഈ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് 2024 ജൂലൈ 1-ാം തീയതി നമ്മുടെ ശമ്പളം പരിഷ്കരിക്കണമെന്നാണ്. 2019 ജൂലൈ 1-ാം തീയതി നമ്മുടെ ശമ്പളം പരിഷ്കരിച്ചു. നിങ്ങൾ ആലോചിക്കണം, 2019 ജൂലൈ 1-ാം തീയതി ശമ്പളം പരിഷ്കരിക്കുമ്പോൾ അതിന് തൊട്ട് 6-7 മാസം മുമ്പ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആലപ്പുഴയും കായംകുളവും പന്തളം ഉൾപ്പെടെയുള്ള വെള്ളത്തിനടിയിലായിരുന്നു. 44,000 കോടി രൂപയുടെ നഷ്ടം, ആ സഞ്ചിത നഷ്ടം അന്ന് ഈ ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം പരിഷ്കരിച്ചില്ലേ? ശമ്പളം പരിഷ്കരിച്ചു. ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടായോ ആ സമയങ്ങളിൽ? നമ്മൾ കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം തരാൻ 4 ഘട്ടമായി തരുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ നമുക്കൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. അമിതമായ ശമ്പളം നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ, നമ്മുടെ ചില സുഹൃത്തുക്കൾ, നമ്മുടെ ചില സഹപ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് പോലെ നമുക്ക് അത് അമിതമായ ഒരു ആനുകൂല്യം ഒന്നും കിട്ടിയില്ല. നിർഭാഗ്യവശാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ധനകാര്യ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ മുമ്പത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു, 24,000 കോടി രൂപയുടെ അധിക ഉത്തരവാദിത്വം, ബാധ്യത വാക്ക് ഉപയോഗിച്ചില്ല, ഉത്തരവാദിത്വം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന്. ഞങ്ങൾ അന്ന് അത് കണ്ടിച്ചു. ഞങ്ങൾ നിവേദനം നൽകി. തീർത്തും തെറ്റായ ഒരു വാദഗതി. 24,000 രൂപ ആ ഒരു അധിക ബാധ്യത വന്നത് എങ്ങനെയാണ്? നമ്മൾ അന്നുൾപ്പെടെ കൃത്യമായ കണക്കുകൾ നമുക്കെല്ലാവർക്കും ആ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം വാങ്ങിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും. നിങ്ങൾക്ക് എത്ര രൂപ കൂടുതൽ കിട്ടി? 5,000-ഓ 6,000-ഓ രൂപയ്ക്ക് അപ്പുറത്തേക്ക് ആനുകൂല്യം കിട്ടിയ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരാളുമില്ല എന്ന് ഉറപ്പാണ്. അന്ന് ഞങ്ങൾ എടുത്ത കണക്ക്, അന്ന് പത്രങ്ങളിൽ വന്ന കണക്ക്, അന്ന് ധനകാര്യ വിദഗ്ധർ മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്തതിന്റെ കണക്ക് വെറും 6,500 കോടി രൂപയാണ്. പിന്നെ എങ്ങനെയാണ് 24,000 കോടി രൂപയുടെ അധിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് ബഡ്ജറ്റിൽ നമുക്കൊരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത്? തീർത്തും തെറ്റായ ഒരു പ്രസ്താവന അന്ന് ബഡ്ജറ്റിലൂടെ നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ അംഗങ്ങളാണ് നിങ്ങൾ എല്ലാവരും എന്നുള്ളത് കൊണ്ട് കൃത്യമായി DA കണക്കുകൾ അറിയാം. കൃത്യമായി ഓരോ മാസവും എത്ര രൂപ DA കിട്ടാനുണ്ടെന്ന് അറിയാം. ഇപ്പൊ ചില ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് 50,000 കോടി രൂപ കൊടുക്കാനുണ്ട്, ഇവിടെ നേരത്തെ സ്വയം പ്രസംഗിച്ചതുപോലെ 15 മാസത്തെ ശമ്പളം തരാനുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അടുത്തൊരു ഗവൺമെന്റ് വന്ന്, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് പോകുന്നത് അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അടുത്ത ഗവൺമെന്റ് പറയും ആ ശമ്പള പരിഷ്കരണത്തിന്റെ ഉത്തരവാദിത്വം 60,000 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യനെ കഴിയും. നാട്ടുകാർ വോട്ടിച്ചിട്ട് അടിക്കും. സൂചിപ്പിച്ചത് എങ്ങും പത്രങ്ങളിൽ 1000 കോടി രൂപ കടമെടുത്താൽ ആ പത്രത്തിന്റെ ഒരു ലൈൻ, ആദ്യം തുടങ്ങുന്ന ലൈൻ മറ്റൊന്നുമല്ല, സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി പണം കടമെടുക്കുന്നു. ഇതാരാണ് ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത്? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രമാണോ കടമെടുക്കുന്നത്? ആ പൈസ കൊണ്ട് ആരും പെട്രോൾ അടിക്കാറില്ലേ? ആ പൈസ കൊണ്ട് മറ്റാരും ചായ കുടിക്കാറില്ലേ? എങ്കിലത് പറയണം. ഈ 1000 കോടി രൂപ കടമെടുക്കുന്നത് അതുപോലെ ശമ്പളം കൊടുക്കാനാണ്. ഞങ്ങൾ പെട്രോൾ അടിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് അത് പറയട്ടെ. എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സർക്കാർ ജീവനക്കാരുടെ തലയിൽ ഇതെല്ലാം കൊണ്ട് കെട്ടിവെക്കുന്നത്? എന്തിനാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ അപമാനിക്കുന്നത്? ക്ഷേമ പെൻഷന്റെ വിഷയം വന്നു. 1458 പേർ കള്ളന്മാരെന്ന് ചിത്രീകരിച്ചു. ഞാൻ അന്നേ ആവശ്യപ്പെട്ടു ഇൻഫർമേഷൻ കേരള മിഷൻ കൊടുത്ത റിപ്പോർട്ട്.
ഇൻഫർമേഷൻ കേരള മിഷൻ എന്താണ് സംവിധാനം എന്നുള്ളതിനെ സംബന്ധിച്ച് പൂർണ്ണ അറിവ് നമുക്കുണ്ട്. അതൊരു ഏജൻസി മാത്രമാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഭരണ സംവിധാനമല്ല. അവിടെ സ്ഥിരം സർക്കാർ ജീവനക്കാരല്ല ഉള്ളത്. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി, സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി സ്പാർക്ക് വഴി ശമ്പളം കൊടുക്കുന്ന ഇരട്ടിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരൊറ്റ സ്ഥാപനം എന്നതിലുപരി അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുമില്ല. ഇത്തരത്തിൽ ആരെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ തോന്നിയത് പോലും എത്ര ലജ്ജാകരമാണ്. നമ്മുടെ സർക്കാർ ജീവനക്കാര് അറിയല്ലോ, നമുക്കെല്ലാം തൊലി പൊള്ളിപ്പോയില്ലേ? ട്രെയിനിൽ നിന്ന് യാത്രയും കഴിയുമോ? സർക്കാർ ജീവനക്കാരനെ ക്ഷേമ പെൻഷൻ തട്ടുന്നവരാണ്. ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ വാർത്തകൾ, സോഷ്യൽ മീഡിയ വാർത്തകൾ അന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ അന്നേ ഒന്നേ പറഞ്ഞുള്ളൂ, ഇത് പഠിക്കാതെ വിവരങ്ങൾ പുറത്തുവിടരുത്. സർക്കാർ ജീവനക്കാരെ തലയിൽ ഒരു കൊട്ടിരിക്കട്ടെ. ഞാൻ അന്ന് പറഞ്ഞു, വഴിയിൽ ചെണ്ടുന്ന ചെണ്ടയല്ല, വഴിയിൽ കെട്ടുന്ന ചെണ്ടയല്ല സർക്കാർ ജീവനക്കാരൻ. ഞാനന്ന് എന്റെ FB പോസ്റ്റിൽ കുറിച്ചു. യഥാർത്ഥം അതാണ് സുഹൃത്തുക്കളെ, നമ്മൾ വഴിയിൽ കെട്ടുന്ന ചെണ്ടയല്ല. ഞങ്ങൾ പഠിച്ച് ഒരുവിധം കഷ്ടപ്പെട്ട് സാധാരണ കുടുംബങ്ങളിൽ നിന്ന്, നേരത്തെ പറഞ്ഞതുപോലെ കർഷക തൊഴിലാളിയുടെയും ചുമട്ട് തൊഴിലാളിയുടെയും കുടുംബങ്ങളിൽ നിന്ന് ഒരു സാധാരണ മാന്യമായി ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജോലി എടുക്കുന്നവരാണ്. കൈക്കൂലിക്കാരുണ്ടാവും, അഴിമതിക്കാരുണ്ടാവും. അങ്ങനെയുള്ള കയ്യാവും വെച്ച് പുറത്താക്കണം. അതിനൊന്നും ഞങ്ങളെതിരല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 1458 പേർ ആരാണെങ്കിലും അവരെ പേര് പുറത്തുവിടണം. നമുക്കറിയാലോ ആരാണെന്ന് അറിയാലോ. 60 വയസ്സ് കഴിഞ്ഞാൽ അല്ലാതെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടില്ല. അല്ലാതെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടുന്നവർ പാവപ്പെട്ട വികലാംഗരാണ്. 40, 50, 60% വൈകല്യമുള്ളവർക്കാണ് ആ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. അവർക്ക് കൊടുത്ത പെൻഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്തു, എങ്ങനെ മസ്റ്ററിംഗിൽ അവരെ പേരുൾപ്പെട്ടു വന്നു, അവിടെയാണ് പരിശോധിക്കേണ്ടത്. ആ സംവിധാനത്തിന്റെ ഭാഗപ്പിഴ പരിശോധിക്കണം. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഇങ്ങനെ ഒരു പരിശോധന കൂടാതെയാണ് ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെന്ന്? എങ്കിൽ അങ്ങനെ എങ്ങനെ ആ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കണം? മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റ് വരുമ്പോൾ, ക്ഷേമകാര്യ കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഇരുന്ന് പോലും പരിശോധിക്കപ്പെടാതെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുത്താൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. സർക്കാർ ജീവനക്കാരുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുകയും വേണ്ട. അത് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടുപിടിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അത്രയും അവമാനഭാരം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, കൈക്കൂലി വാങ്ങുന്നവരെ കാണുമ്പോൾ നമുക്ക് അവമാനം ഉണ്ടാവും, തല താഴും. ഒരു വില്ലേജ് ഓഫീസറെ പിടിച്ചാൽ, പഞ്ചായത്ത് സെക്രട്ടറിയെ പിടിച്ചാൽ, ഹെൽത്ത് ഇൻസ്പെക്ടറെ പിടിച്ചാൽ ഞങ്ങളുടെ തല താഴും. ഞങ്ങൾക്കതിന് വിഷമമുണ്ട്. അത്തരക്കാരെ പടിയടിച്ച് പിണ്ടം വയ്ക്കും. ഇല്ലാത്ത ആരോപണം പറഞ്ഞ്, ശമ്പളം തരാൻ വേണ്ടി പലിശക്കെടുക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ അധിക്ഷേപിക്കരുത്. പല രീതിയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയം ഒരുപാടായി. നമുക്കെല്ലാം നാട്ടിലേക്ക് പോകേണ്ടവരാണ്. ഈ സമരം ഐതിഹാസികമെന്ന് പറഞ്ഞത് വെറുതെയല്ല. 2022 ഒക്ടോബർ 26 നമ്മളൊരു സമരം നടത്തി. 25,000 പേരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സമരം നമ്മൾ പ്രഖ്യാപിച്ചത്. സമരത്തിന്റെ ചുവരെഴുത്ത് കണ്ടപ്പോൾ നമ്മുടെ മുൻ നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞു, ജോയിന്റ് കൌൺസിൽ, അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആവശ്യമില്ലാത്ത അവകാശവാദങ്ങളൊന്നും കൊണ്ട് ഇളപ്പിലാകരുത്. എന്നോട് പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, സഖാവെ സൂക്ഷിക്കണം, ഇങ്ങനത്തെ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ചങ്കില ഉറപ്പിന്റെ ഉറപ്പ്. 25,000 എന്ന് പറഞ്ഞാൽ 45,000 അടുപ്പിച്ച് ജീവനക്കാരും അധ്യാപകരും ഇവിടെ ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തി. അന്ന് പ്രിയങ്കരനായ കാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഐതിഹാസികമായ പ്രഖ്യാപനം നടത്തി. ഇനി എന്റെ കുട്ടികൾ ഇവിടെ വരേണ്ടി വരരുത്, ഈ സമരത്തിന് വേണ്ടി ഇവിടെ വരേണ്ടി വരരുത്. ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ചരമദിനത്തിന്റെ 1ാം ചരമദിനത്തിന്റെ 2ാമത്തെ ദിവസം ഞങ്ങൾ തെറ്റിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനോട് മാപ്പ് പറയണം. ഈ ഭരണകൂടം അദ്ദേഹത്തിനോട് മാപ്പ് പറയണം. ഇവിടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന് നമ്മൾ തിരിച്ചു വരേണ്ടി വന്നു. അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന സ്വർണ്ണകൾക്ക് മുന്നിൽ ഞങ്ങൾ ഉൾപ്പെടെ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ വീണ്ടും വരേണ്ടി വന്നു. ഞങ്ങൾ നവംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 7-ാം തീയതി വരെ ഒരു പദയാത്ര നടത്തി. ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ 1-2 പേരല്ല, 22,000 പേർ നടത്തി. സഖാവ് മാങ്കോടുണ്ട്, സഖാവ് പ്രകാശ് ബാബു സഖാവുണ്ട്. ഇവരെല്ലാം പ്രിയങ്കരായ നേതാക്കന്മാർ ഞങ്ങളെ സ്വീകരിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, ഈ സിവിൽ സർവീസിന്റെ സംരക്ഷണം എന്തിനാണ് എന്ന് നമ്മൾ പറഞ്ഞത് അത് അക്ഷരം പ്രതി വിശ്വസിച്ച് നമ്മളോടൊപ്പം ചേർന്നു. 32 ദിവസം 525 കിലോമീറ്റർ 22,000 പേർ നടന്നു തീർത്തു. നമ്മൾ മാത്രമല്ല,
നമ്മളോടൊപ്പം സമരസമിതിയുടെ സഖാക്കളെല്ലാം കൂടി നാട്ടിലും വീട്ടിലും കൊണ്ട് ഉറങ്ങിയിരുന്ന കർഷക തൊഴിലാളികൾ ഇറങ്ങി വന്നു, ചുമട്ടു തൊഴിലാളികൾ ഇറങ്ങി വന്നു, അമ്മ പെങ്ങന്മാരിറങ്ങി വന്നു, സ്വീകരിച്ചു, ഹാലിട്ടു, മാലയിട്ടു, പൂക്കൾ തന്നു, മുട്ടായി തന്നു. നമ്മളെ സ്വീകരിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പറയുന്നത് ആത്മാർത്ഥതയുള്ള വാക്കുകളാണെന്ന് വെച്ചു അറിഞ്ഞിട്ടാണ് അവരങ്ങനെ അവർ ആ പ്രഖ്യാപനത്തോടൊപ്പം കൂടെ നിന്നത്. നമുക്ക് സന്തോഷമുണ്ട്. തൊട്ടടുത്ത ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞു. നമുക്കതിന്റെ പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. PFRDയെ പിൻവലിച്ചാൽ മാത്രമേ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ കഴിയൂ എന്ന് പ്രചരിപ്പിച്ച ഒരു കൂട്ടർ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളോടൊപ്പം സമരം ചെയ്തവർ 2002-ലും 2012-ലും 2016 വരെ നമ്മളോട് തോളോട് ചേർത്ത് സമരം ചെയ്തവർ പറഞ്ഞു, PFRDയെ പിൻവലിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, PFRDയെ ഒരു അതോറിറ്റി മാത്രമാണ്, ഇൻഷുറൻസ് അതോറിറ്റിയുടെ അതോറിറ്റി മാത്രമാണ്, അതിനകത്ത് ഒരു പങ്ക് മാത്രമാണ് ജീവനക്കാരുള്ളത്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും അതിനകത്ത് വരുമ്പോൾ അതിനകത്ത് കോടിക്കണക്കിന് രൂപ ആസ്തി വരും. അത് ഈ PFRD ശക്തിപ്പെടുത്തുമെന്നല്ലാതെ അതിനകത്ത് ഒരു കാര്യമില്ല. അതുകൊണ്ട് PFRDയെ പിൻവലിക്കാതെ തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അവരാരും കേട്ടില്ല എന്ന് മാത്രമല്ല, കേട്ടില്ല എന്ന് വിശ്വസിച്ചു. നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ നോക്കി. സമരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് മാറി രാജ്ഭവനിലേക്കും, രാജ്ഭവനിൽ നിന്ന് മാറി ജന്തർ മന്ദറിലേക്ക് പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നവംബർ 3, 2023 നവംബർ 3 നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മൾ ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് കണ്ണൂരിന്റെ വീടുകളിലൂടെ നടന്നു പോവുകയാണ്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. അന്ന് ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട കോടതി ആ ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിവരാവകാശ നിയമപ്രകാരം ആ പങ്കാളിത്ത പെൻഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. നമ്മളൊന്നും ആരോടും അഹന്തയോടുകൂടിയോ അഹംഭാവത്തോടുകൂടിയോ ഒന്നും പറയുന്നതല്ല. കാലം ചെയ്തൊരു നീതിയുണ്ട്, കാവ്യനീതി. പണ്ട് ഈ പത്മനാഭൻ ഒരു പ്രഖ്യാപനം നടത്തി, ചേലാട്ട് അച്യുത മേനോൻ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരും, ശമ്പള കമ്മീഷണർ ഈ ചർച്ചയ്ക്ക് വരേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചത് ഈ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. നമ്മളവിടെ കൊണ്ടുവന്നു. നവംബർ 6-ാം തീയതി വൈകുന്നേരം റിപ്പോർട്ട് വായിച്ചപ്പോഴോ എന്താണ് ജോയിന്റ് കൌൺസിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പറഞ്ഞത്? ഇതെന്തുകൊണ്ട് പിൻവലിക്കാൻ കഴിയും? നിയമപരമായി സർക്കാരിന് ഒരു ബാധ്യതയുമില്ല. ഇതിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യവും 2040 വരെ, നേരത്തെ പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകൻ പ്രകാശ് ബാബു സൂചിപ്പിച്ചു, 2040 വരെ മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുക. 2040 വരെ, 2012 മുതൽ 2040 വരെ ഈ കോടി രൂപ പറയാലോ, 4547 കോടി രൂപ കഴിഞ്ഞ ദിവസങ്ങളിലും ധനാരിപ്പോത്തിൽ പുറത്തുവിട്ട കണക്കാണ്. എങ്ങനെയാണ് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വിട്ടുകൊടുത്തത്? എന്തിനാണ് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വിട്ടുകൊടുത്തത്? ഇപ്പോ ഞാൻ യാഥാർത്ഥ്യമൊന്നും മറച്ചു വെക്കുന്നില്ല. ഇപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നത്തിൽ ഗവൺമെന്റ് കുടുങ്ങി. ഈ 4517 അങ്ങോട്ട് കൊടുത്തിട്ട് 5517 ഇങ്ങോട്ട് കടമെടുത്തു. ആലോചിച്ച് നോക്കണം എന്ത് ഗതികേടാണെന്ന്. നിങ്ങളുടെ സൊസൈറ്റി ചെന്ന് FD ഇടും. സൊസൈറ്റി ചില പൊട്ടിപ്പോയാൽ രക്ഷപ്പെടും. പൊട്ടിപ്പോകുന്നതിന് മുമ്പ് അതിനകത്തിന്റെ കടമെടുക്കും, പലിശ കടമെടുക്കും. എന്തൊരു വിരോധാഭാസമാണ്! ഏതെങ്കിലും കോർപ്പറേറ്റ് നയങ്ങളെ ഇങ്ങനെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകാൻ ഇതൊരു ഇടതുപക്ഷ ഭരണമല്ലേ? വളരെ ആത്മാർത്ഥമായി ആ ആത്മവിശ്വാസത്തോട് പിൻവലിക്കാൻ തയ്യാറാകണ്ടേ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ 4557 കോടിയോ 5557 കോടിയോ പലിശക്കെടുത്തെങ്കിൽ, വായ്പ എടുത്തെങ്കിൽ ഞങ്ങളുടെ ചെലവിൽ വേണ്ട, ഞങ്ങളുടെ ഭാവിയെ വെച്ച് വേണ്ട. ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, എന്റെ കുട്ടികൾക്ക് വേണ്ടി, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പകുതി പേർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ട്. ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. അവർ സർക്കാർ സർവീസിന് പുറത്തേക്ക് പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന വിഷമതകൾ ഞങ്ങൾ കണ്ടല്ലോ. ഉത്തർപ്രദേശിലും ബീഹാറിലും ഉൾപ്പെടെയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ 2005-ൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ 5000-വും 10,000-വും പങ്കാളിത്ത പെൻഷനിലേക്ക് പോയ സ്ഥലങ്ങളിൽ കിട്ടുന്ന പെൻഷന്റെ കണക്ക് എത്രയാണെന്ന്, EPFകാർ വാങ്ങുന്ന പെൻഷൻ തുക മാത്രമാണ് അവിടെ കിട്ടുന്നത്. എന്തുകൊണ്ട് ആ ഗവൺമെന്റ് ആ സമരം, ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതൊരു പറ്റിപ്പ് പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. പിൻവലിച്ചത് ഇടതുപക്ഷ മുന്നണി സർക്കാരുകളല്ല, BJPയും കോൺഗ്രസ് ഉൾപ്പെടുന്ന വലതുപക്ഷ മുന്നണി സർക്കാരുകളാണ് പിൻവലിക്കാൻ തീരുമാനിച്ചത്. പിൻവലിക്കുന്നതിനാൽ ധാരാളം പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ആ അഡ്രസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അഡ്രസ് ചെയ്യാമെന്നുകൊണ്ട് പറയുന്നില്ല. എന്നിരുന്നാലും അവരത് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തി. ഇവിടെ പ്രിയങ്കരനായ നമ്മുടെ ധനകാര്യ മന്ത്രിയും നമ്മുടെ ഈ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ
നമുക്ക് ജനങ്ങൾ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രഖ്യാപിച്ച നയത്തിന്റെ അടിസ്ഥാനത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിജയവാഡ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തിന് അനുകൂലമായി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇരു കൈയും നീട്ടി സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിച്ചു. പുതിയൊരു പെൻഷൻ മറ്റൊരു പേരിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തൊരു നാണക്കേടായി. അതിനുശേഷം 9 മാസമായി ഒരു തീരുമാനവും ഉണ്ടായില്ല. ഞങ്ങൾ കാത്തിരുന്നു. വെറുതെയല്ല ഇന്നിവിടെ കൂടിയത്. എത്ര കാലം കാത്തിരുന്നു എന്ന് ആലോചിക്കണം. കാത്തിരുന്നതിനിടയിൽ BJP ഗവൺമെന്റ് പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ഇനി നമ്മൾ BJPയുടെ പുറകിൽ പോകേണ്ടി വന്നില്ലേ? യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. അതും തട്ടിപ്പ് പദ്ധതിയാണ്. അതിനകത്ത് പെൻഷൻ ഉറപ്പ് നൽകുന്നു എന്ന് പറയുന്നുവെങ്കിലും ആരാണ് ആ പെൻഷൻ കൊടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കണക്കും അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു എല്ലാ പ്രഖ്യാപനങ്ങളും പോലെ ഒരു തട്ടിപ്പ് പ്രഖ്യാപനമേ BJP സർക്കാരും സംഘപരിവാർ സർക്കാരും ഈ രാജ്യത്ത് നടത്തുകയുള്ളൂ എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഒരു തട്ടിപ്പായിരിക്കും. ജീവനക്കാരെ കണ്ടിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാം. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് നമ്മുടെ ഗവൺമെന്റ് വിടരുത്. കഴിഞ്ഞ 9 മാസം നമുക്ക് നഷ്ടമായി. ഇനിയും അമാന്തിക്കരുത്. ഗവൺമെന്റ് പഠനം നടത്തണം. എങ്ങനെ പങ്കാളിത്ത പെൻഷനിന് നമ്മൾ കടമെടുത്ത പണം തിരിച്ചടയ്ക്കാം. ഓരോ മാസവും നമ്മൾ ഇപ്പോഴും 10% വീതം അതിനകത്ത് ഒരു കുറവും വരുത്തുന്നു. എനിക്കറിയില്ല, നേരത്തെ സഖാവ് പറഞ്ഞോളൂ വിവരാവശ്യം വഴി കൊടുക്കേണ്ടതുണ്ട്. എന്നാലും KSRTC കൊടുക്കാത്തതുകൊണ്ടാണ് സഖാവ് അങ്ങനെ സൂചിപ്പിച്ചതെന്ന് എനിക്കറിയാം. ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിഹിതം അടയ്ക്കുന്നില്ല എന്നുള്ള ക്രൂരമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും കേരള ഗവൺമെന്റ് ഇതുവരെ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ്. അതിനകത്ത് അവരോട് ലാൽസലാവും അഭ്യാസവും ഞാൻ പറയുക. പക്ഷേ നമുക്ക് ആ പണം തിരികെ നൽകാൻ എന്തെല്ലാം മാർഗമുണ്ട്. വായ്പയെടുത്ത പണം തിരികെ വാങ്ങാൻ എന്തെല്ലാം മാർഗമുണ്ട്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ അധികാരങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ്. ഒരു സ്റ്റേറ്റിന് 2 കോൺട്രാക്ട് ഒപ്പിട്ടാൽ എങ്ങനെ അതിൽ നിന്ന് പിന്മാറാമെന്ന് വ്യക്തമായ നിയമങ്ങളുണ്ട്. ചിലപ്പോൾ പെനാൽറ്റി വരുമായിരിക്കാം. അതൊക്കെ പോട്ടെ. എന്തായിരുന്നാലും കൊടുക്കാനുള്ള വഴി ഒരു ഭരണകൂടമായാൽ കണ്ടെത്താൻ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നമുക്കറിയാമെങ്കിൽ തന്നെയും ആ പേരിൽ ദയവ് ചെയ്ത് ഇനിയും പങ്കാളിത്ത പെൻഷനെ വലിച്ചു നീട്ടരുത്. ആ പേരിൽ ഇനിയും ജീവനക്കാരെ ഇതുപോലെ തെരുവിൽ കൊണ്ടുവന്ന് സമരം ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം പ്രിയങ്കരരെ. ഈ സമരത്തിന്റെ എല്ലാം ആദ്യമേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് മറ്റൊന്നുമല്ല. ഈ സർക്കാർ ഞങ്ങളുടെ കൂടി സർക്കാരാണ്. കഴിഞ്ഞ സമരങ്ങളിലുടനീളം നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ ആദ്യത്തെ ലൈൻ ഈ സർക്കാർ ഞങ്ങളുടെയും കൂടി സർക്കാരാണ് എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ഈ സർക്കാർ ഞങ്ങളുടെയും കൂടി സർക്കാരാവുന്നത് അത് ഇടതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും മാത്രമല്ല, സമൂഹത്തിലെ അധസ്ഥവർഗങ്ങളോടെല്ലാം എപ്പോഴും കരുണയോടുകൂടി ഇടപെടുമ്പോഴാണ്. അവർക്കുള്ള അവകാശങ്ങൾ നൽകുമ്പോഴാണ്. പാരമ്പര്യ തൊഴിലാളികൾക്ക് വേണ്ടി ATUC 2 ജാഥകൾ എറണാകുളത്ത് തിരുവനന്തപുരത്തേക്കും കാസർഗോഡ് തൃശ്ശൂരിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യ തൊഴിലാളികളുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള സമരം. ഞങ്ങളും അതിനും അണിചേരേണ്ടവരാണ്. ഞങ്ങൾ പറയാനുള്ളത്, ഇത്തരം വിഭാഗങ്ങളെ മറന്നുകൊണ്ട് ഒരു ഇടതുപക്ഷമില്ല. ഇത്തരം വിഭാഗങ്ങളെ മറന്നുകൊണ്ട് ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷമല്ല. ആ ഇടതുപക്ഷത്തിന് നൈതികമായ ചോദന, നൈതികമായി ഇടപെടേണ്ട വിഷയങ്ങൾ ഈ അടിസ്ഥാന വർഗത്തിനോട്, തൊഴിലാളി വർഗത്തോട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ്. റോഡും പാലവും വേണ്ട എന്നല്ല, കുളവും തോടും വേണ്ട എന്നല്ല. പക്ഷെ അവിടെയെല്ലാം ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് അതെല്ലാം പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാനാണ് ഞങ്ങളുടെ ഒന്നിച്ചു കൂടിയത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കെല്ലാം നിങ്ങളുടെ എല്ലാം മനസ്സിനകത്ത് നേരുന്ന ഒരു വിഷയമുണ്ട്, ശമ്പളത്തിന്റെ വിഷയം. നേരത്തെ പറഞ്ഞതുപോലെ പലരും പറയും, നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങളല്ലേ, നിങ്ങൾക്ക് എന്താ കാറ് വാങ്ങിക്കൂടാത്തത്? നിങ്ങൾ, നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ നമുക്കറിയാലോ, 500 കൊണ്ട് ടൂർ പോവും, 50 സെൽഫി ഇടും. സെൽഫി ഇടുമ്പോൾ നാട്ടുകാർ കാണും അവൻ 50 ലക്ഷം രൂപയ്ക്ക് ടൂർ പോയത്. ഇതാണ് നമ്മുടെ പ്രശ്നം. എല്ലാം ഇങ്ങനെ പ്രകടിപ്പിച്ച് പ്രകടനപരതയിൽ ജീവിക്കുന്നവരാണ് ഈ സർക്കാർ ജീവനക്കാർ. അന്തസ്സോടി സർക്കാർ ജീവനക്കാരെ ശമ്പളം എടുത്തും പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ശമ്പളം ഞാൻ നിങ്ങൾ അതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് നമുക്കറിയാം. ഒരു OAക്ക് കിട്ടുന്ന ശമ്പളം 23,000 രൂപ.
അവനൊരു സ്ഥലം മാറ്റം വന്നാൽ അവൻ ഏതെങ്കിലും വായ്പ എടുത്തു, സ്കൂട്ടറിന്റെ വായ്പ കഴിഞ്ഞാൽ അവൻ 5000 6000 എങ്ങനെ ജീവിക്കാൻ കഴിയും സുഹൃത്തുക്കളെ? ഭാര്യയ്ക്കും ഭർത്താവിന് ജോലിയുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് കണക്കുകൾ ഗവൺമെന്റ് പഠിക്കണം. അടിസ്ഥാന വിഭാഗം ജീവനക്കാരുടെ ശമ്പളത്തിൽ വന്ന കുറവ് അവരുടെ ജീവിതാവസ്ഥയെ എത്രമാത്രം താറുമാറാക്കിയിട്ടുണ്ടെന്നും അവരെങ്ങനെ സാമ്പത്തിക കെടുക്കെടുതികളിലേക്ക് പോയിട്ടുണ്ടെന്നും ഈ ഗവൺമെന്റ് പഠിക്കണം. സർക്കാർ സർവീസിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ കൂലിവേലയ്ക്ക് പോകുന്നവരും ഓട്ടോ ഓടിക്കാൻ പോകുന്നവരും ധാരാളം പേർ ഈ സമൂഹത്തിനകത്തുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. ഞാൻ അതിശയോക്തിപരമായി പറയുന്നതല്ല. കഴിഞ്ഞ മാസം ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ പട്ടിണിക്കിടരുത് അതിജീവന ധർണാന്തര സമരം നടത്തി. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് വളരെ അറ്റാക്കായിരുന്നു. നിങ്ങൾ എവിടെയാണ് പട്ടിണി കിടക്കുന്നത്? നമുക്കറിയാം സുഹൃത്തുക്കളെ, ഞങ്ങളെക്കാളും പട്ടിണി കിടക്കുന്ന ഒരു സമൂഹത്തിനകത്തുണ്ട്. അത് അറിഞ്ഞുകൂടാത്തവരല്ല. ദിവസം 300 രൂപയ്ക്ക് കൂലിവേല ചെയ്യുന്ന വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. അതെല്ലാം തിരിച്ചറിയുന്നു. ആ 300 രൂപ കൊടുക്കുന്നത് നമ്മുടെ ശമ്പളത്തിലാണെന്ന് ആലോചിക്കണം. അതാണ് പ്രശ്നം. ഇവിടെ ഓടുന്ന ഓട്ടോറിക്ഷക്കാരന് തൊട്ടപ്പുറത്തേക്ക് 30 രൂപയ്ക്ക് ഓട്ടോ പിടിക്കുകയാണെങ്കിൽ എനിക്ക് നാളെ ശമ്പളമില്ല, പെൻഷനായാൽ ഞാൻ ഓട്ടോ പിടിക്കില്ല, ബസ്സിലേ കയറുള്ളൂ. ഓട്ടോക്കാരൻ ജീവിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ശമ്പളം കൊണ്ടാണ്. 2 കവർ പാല് കൂടുതൽ വാങ്ങുന്നത് എനിക്കും നിങ്ങൾക്കും ശമ്പളം കിട്ടുന്നത് കൊണ്ടാണ്. എന്റെ കുട്ടിക്ക് 2 ട്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ്. ഈ സാമൂഹ്യ വ്യവസ്ഥയെ, ഈ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതിൽ സർക്കാർ ജീവനക്കാരുടെ പങ്ക് ആരും വിസ്മരിക്കരുത്. അങ്ങനെ വിസ്മരിച്ചു പോയാൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാമ്പത്തിക ആവശ്യങ്ങൾ ധാരാളമുണ്ട്, അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. എന്തായിരുന്നാലും ഈ സമരം അവസാനത്തെ ഘട്ടത്തിലേക്കാണ്. ഈ ധർണ ഐതിഹാസികമായി സത്യാഗ്രഹം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഐതിഹാസികമായ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ചുമതലയേറ്റ് ഈ സമാപന പ്രസംഗത്തിൽ വന്നത്. നമുക്കൊരു പണിമുടക്കം നടത്തണം. വലിയ വേദനയോടുകൂടിയാണ് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, നമുക്കൊരു പണിമുടക്കം നടത്തണം. അത് ഒരു ദിവസത്തെ പണിമുടക്കം, സൂചന മാത്രം, മറ്റൊന്നും കൊണ്ടല്ല. എല്ലാം അറിയാവുന്നവർ, ഇതെല്ലാം മനസ്സിലാക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കിയാൽ അവരുടെ മുന്നിലേക്ക് വെളിച്ചത്തിന്റെ ദീപശിഖയുമായി, ആ പണിമുടക്കത്തിന്റെ വെളിച്ചത്തിന്റെ ദീപശിഖയുമായി നമുക്ക് എത്തണം. ആ ദിവസം 2025 ജാനുവരി 22-ാം തീയതി നമ്മൾ ഏകദിന പണിമുടക്കം നടത്തും. നമ്മൾ പ്രഖ്യാപിക്കുന്നു, അന്ന് പണിമുടക്കം പ്രഖ്യാപിക്കുന്നത് ഒരു സൂചനയാണ്. കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് സർക്കാർ, നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം, ഇത് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ പ്രഖ്യാപനമല്ല, ഇത് ജോയിന്റ് കൗൺസിലിന്റെ പ്രഖ്യാപനമല്ല, AKSUവിന്റെ പ്രഖ്യാപനമല്ല, KGF-ന്റെ പ്രഖ്യാപനമല്ല, KSSയുടെ പ്രഖ്യാപനമല്ല, KLSSന്റെ പ്രഖ്യാപനമല്ല, UPSന്റെ പ്രസ്താവനമല്ല, PSC സ്റ്റാഫ് അസോസിയേഷന്റെ പ്രസ്താവനമല്ല, PFCTയുടെ പ്രഖ്യാപനമല്ല. ഇത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രഖ്യാപനമാണ്. അവർ നമ്മളെ ചുമതലപ്പെടുത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്നലത്തെ ഉച്ചയൂണ് നിങ്ങളാരും വീട്ടിൽ കൊണ്ടുവന്നവരുണ്ടാവുമെങ്കിലും ആ ഓട് തന്നയച്ചവർ നമ്മുടെ സഹപ്രവർത്തകരാണ്. 2000 പറഞ്ഞപ്പോൾ 3000 ഊട് കൊടുത്തയച്ചു. 2 പറഞ്ഞവൻ 5 തന്നയച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വിശന്നിരുന്ന് സമരം ചെയ്യരുത് എന്ന് ആലോചിച്ചിട്ടാണ്. അവർക്ക് കൂടി വേണ്ടി ആണ് നമ്മൾ ഈ സമരം ചെയ്ത് തിരിച്ചറിഞ്ഞിട്ടാണ്. ആ പ്രഖ്യാപനം, ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഈ പ്രഖ്യാപനം, ഞങ്ങൾ ഇപ്പോൾ OK ജംഗ്ഷൻ മാഷും KP ഗോകുമാറും സജീവും ഹാരിസും ഉൾപ്പെടെയുള്ള ശ്രുതികുമാറും ഉൾപ്പെടെ വിനോദ് ഉൾപ്പെടെ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ജനുവരി 22-ന് ഒരു ദിവസത്തെ പണിമുടക്കം നടത്തും. ഈ ഗവൺമെന്റോട് നമ്മൾ ഒരു സൂചന, നമ്മൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരിക്കലും ഈ സർക്കാരിനെതിരല്ല, ഈ സർക്കാരിന്റെ നയങ്ങളോടെതിരല്ല. പക്ഷെ സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഇങ്ങനെ ചോദ്യം ചെയ്യാനും ഇവിടെ ഒരു കൂട്ടരുണ്ട് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജനുവരി 22-ാം തീയതി നമ്മൾ സമരം നടത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സഖാക്കളെ, വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ച് നാം പിരിയുന്നത്. ഇന്ന് ഈ 36 മണിക്കൂർ സമരം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ സഖാക്കൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സമാപന സമ്മേളനത്തിൽ സന്നിഹിതരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമരം ഇവിടെ താൽക്കാലികമായി വലിയ സമരങ്ങൾക്ക് വേണ്ടി അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ഇൻക്വിലാബ് സിന്ദാബാദ്! ഇൻക്വിലാബ് സിന്ദാബാദ്!